അല്ലാഹു തആല പറഞ്ഞു, ഒരാളെയും അല്ലാഹു വെറുതെ ആക്രമിക്കുന്നില്ല, ഒരാളെയും അല്ലാഹു വെറുതെ ശിക്ഷിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, മനുഷ്യൻ ഇവിടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ഫബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് ഫലമായിട്ടാണ് അല്ലാഹു മനുഷ്യന് ശിക്ഷയും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും നൽകുന്നത്. വമാ വലംനാഹും, ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, പക്ഷേ അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. വലാകിൻ കാനൂ, അവർ സ്വയം ആക്രമിച്ചവരാണ്, അവർ സ്വയം അക്രമത്തെ ചോദിച്ചു വാങ്ങിയവരാണ്. ഞാൻ ഒരാളെയും ആക്രമിച്ചിട്ടില്ല. എങ്ങനെയാണ് ഒരാൾ അക്രമത്തെ ചോദിച്ചു വാങ്ങുന്നത്? അവരുടെ പ്രവർത്തനങ്ങളും ഒരു മനുഷ്യന്റെ ചെയ്തിയും പ്രവർത്തനങ്ങളുമാണ് അക്രമങ്ങളെ ചോദിച്ചു വാങ്ങുക എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമ്മൾ സന്തുഷ്ടമായ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, അതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ പാത, പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തന്ന വഴി നമ്മൾ പിന്തുടരുക എന്നുള്ളത് തന്നെയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് കാണാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹാദിഹിൽ കലിമാത്ത്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്, ഞാനൊരു വഅദ് പറയാൻ പോവുകയാണ്. ആരാണ് ഈ വഅദ് ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കുന്നതാരാ? ഒരു വഅദിന് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ട ലക്ഷ്യം ഒന്ന് വഅദ് കേൾക്കണം എന്നുള്ളതാണ്. വഅദ് കേൾക്കണം. വഅദിന് വന്നിട്ട് ഗെയിം കളിക്കണം, സദസ്സിലിരുന്നിട്ട് അങ്ങനെ കളിക്കാവുന്നതാണ്. 2, 3, 4 ചെറുപ്പക്കാർ ഒന്നിച്ചിരുന്നാൽ മൊബൈൽ ഫോൺ എടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഷൂട്ട് ചെയ്യാനും കിക്ക് ചെയ്യാനും ബോംബിടാനും ഒക്കെ കഴിയും. മൊബൈൽ ഫോണിലൂടെ ഒരു ഗ്രൂപ്പ് ഗെയിം കളിക്കാൻ പറ്റും. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഇതിൽ അങ്ങനെ ചില ആളുകൾ കളിക്കാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ അങ്ങനെ സദസ്സിലിരുന്നിട്ട് കളിക്കാറുണ്ട്. അങ്ങനെ ചെയ്യാവുന്നതാണ്. പിന്നെ വന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും, തുടക്കം മുതൽ അവസാനം വരെ കിടന്നുറങ്ങും. പിന്നെ ഇരിക്കും, ചിന്തയൊക്കെ വേറെ എവിടെയോ ആണ്, ഈ ഭാഗത്തൊന്നുമല്ല. വേറെ നടക്കും ചിന്തകൾ. ഇങ്ങനെ രാവിലെ ആശ്രയിച്ചതും സ്കൂളിൽ പോയതും തിരിച്ചു വന്നതും ഇങ്ങനെയൊക്കെ ഓരോ ചിന്തകൾ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഓരോ ആളുകൾക്ക് ഓരോ രീതിയിലാണ്. പിന്നെ വളണ്ടിയർമാരൊക്കെ ആയാൽ പിന്നെ വളണ്ടിയർമാരുടെ തിരക്കാണ്, അവർക്ക് പിന്നെ വാലുകൾക്കാണെന്ന് സമയം ഉണ്ടാവില്ല. ഈ രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ വാലിന് വരുന്ന നമ്മുടെ മുമ്പിലുള്ള ലക്ഷ്യം 3 എണ്ണമാണ്. അതിലൊന്ന് ഈ വാലിൽ എന്തായി പറയുന്നത് എന്ന് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. ഒന്ന് പഠിക്കണം, പറയുന്നത് പഠിക്കണം. 2 അത് ജീവിതത്തിൽ പകർത്തണം. 3 അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. ഇത് 3 നിങ്ങളുടെ മുമ്പിലുള്ള ബാധ്യത. വാല് പറയുന്ന ആളുകളുടെ മുമ്പിൽ മാത്രമല്ല ബാധ്യത, വാല് കേൾക്കുന്ന നിങ്ങൾക്കും ചില ബാധ്യതകളുണ്ട്. പഠിക്കണം, പകർത്തണം, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിക്കുന്നുണ്ട്, മയ്യഖുദു അന്നി ഹൗലാഇൽ കലിമാത്ത്, ഞാൻ പറയാൻ പോകുന്ന വിഷയം പഠിക്കാൻ തയ്യാറുള്ളവർ ആരാണ്? ഫയഅമലു ബിഹിന്ന, പഠിച്ചാൽ മാത്രം പോരാ, ജീവിതത്തിൽ പകർത്തണം. അത് കേട്ടാൽ മാത്രം പോരാ, ജീവിതത്തിൽ അത് പകർത്തണം. ഔ യുഅല്ലിമു മയ്യഅമലു ബിഹിന്ന, പഠിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മറ്റുള്ളവർ ജീവിതത്തിൽ പകർത്താൻ തൽപരരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന, എത്തിച്ചു കൊടുക്കുന്ന തൽപരക്കാരായ ആളുകൾ ആരൊക്കെയാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദസ്സിനോട് ചോദിച്ചപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന യാ റസൂലല്ലാഹ്, നബിയേ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങൾ പറയാൻ പോകുന്ന വിഷയം ഞാൻ പഠിക്കാൻ തയ്യാറാണ്, ജീവിതത്തിൽ പകർത്താൻ തയ്യാറാണ്, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും തയ്യാറാണ്, ഞാനതിന് തയ്യാറാണെന്ന് പറഞ്ഞ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കൈപൊക്കിയപ്പോഴാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിക്കുകയുണ്ടായി. അബൂ ഹുറൈറയെ അടുത്തേക്ക് വിളിക്കുകയാണ് നബി തങ്ങൾ. ഫഅഖദ ബിയദി ഫഅദ്ദ ഖംസൻ, എന്റെ കൈ പിടിച്ചുകൊണ്ട് 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു. 5 കാര്യങ്ങൾ നബി തങ്ങൾ എണ്ണി തന്നു.
ഇതൊരു സ്റ്റൈലാണ്, വാദിന്റെ ഒരു രീതിയാണ്. മക്കളോടൊക്കെ ഈ ഒരു രീതിയിലുള്ള സമീപനം വേണമെന്നാണ്. വിളിക്കേണ്ട രീതി നിമിത്തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മക്കളെ എങ്ങനെ വിളിക്കണം? യാ ബുനയ്യ, പൊന്നുമോനെ, യാ ഗുലാം, കൊച്ചുമോനെ, ചെറിയ മോനെ, പൊന്നുമോനെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ സ്നേഹപ്രകടനങ്ങളായിരിക്കണം മക്കളെ വിളിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാവേണ്ടത്. മക്കളുടെ പേരിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരാണ് നമ്മൾ വിളിക്കേണ്ടത്. ഖുർആൻ അങ്ങനെയാണ് വിളിക്കുന്നത്. ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഉപദേശം അങ്ങനെയാണ് പറയുന്നത്. യാ ബുനയ്യ ഇന്നഹാ യതകു മിസ്ഖാല ഹബ്ബ, പൊന്നുമോനെ എന്ന് പറഞ്ഞിട്ടാണ് ഒരു 5-6ഓളം ഉപദേശങ്ങൾ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് നൽകുന്നത്. അതേപോലെ അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ശൈലി എങ്ങനെയായിരുന്നു? വഅദ് പറയുന്ന സമയങ്ങളിൽ ചില ആളുകളുടെ കൈ പിടിച്ചുകൊണ്ട് അവരുപദേശിക്കും, അവരടുത്ത് വിളിക്കും, അവരുടെ കൈ പിടിക്കും, മുസാഫഹത്ത് ചെയ്യും. ഹസനുൽ ബസ്രി തങ്ങൾ പറയുന്നുണ്ട്, അന്നൽ മുസാഫഹത തസീദു ഫിൽ മവദ്ദ. മുസാഫഹത്ത് എന്നുള്ളത് പരസ്പരം കൈപിടിക്കുന്നത്, മുസാഫഹത്ത് ചെയ്യുന്നത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു. വിദൂരത്തു നിന്ന് യാത്ര ചെയ്തു വരുന്ന മഹാനായ സയ്യിദ് ഇബ്നു ഹാരിസയെ റളിയല്ലാഹു അൻഹു വാതിൽ മുട്ടിയപ്പോ തന്റെ തുണി പോലും മുണ്ടുപോലും അല്ലാഹുവിന്റെ ഹബീബ് നേരെ ഉടുത്തിരുന്നില്ല. അതിങ്ങനെ നിലത്തുകൂടെ വലിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു ഹാരിസയെ സ്വീകരിക്കാൻ ചെന്നിട്ട് അവരെ നെറ്റിത്തടങ്ങളിൽ ചുംബിച്ചതും അവരെ മുആനഖ ചെയ്തതുമൊക്കെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. മക്കളോടുള്ള പെരുമാറ്റം വളരെ സ്നേഹത്തോട് വേണം, മുസാഫഹത്ത് ചെയ്യണം. വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ സ്കൂളിലേക്ക് പോകുന്ന മക്കൾ ഉപ്പയോടും ഉമ്മയോടും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സംവിധാനം നമ്മുടെ വീട്ടിലുണ്ടാവണം. ഇനി സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നാൽ വീട്ടിലേക്ക് കയറുമ്പോ വീടിന്റെ അകത്തലങ്ങളിലുള്ള മാതാപിതാക്കളോട്, അകത്തലങ്ങളിലുള്ള കുടുംബങ്ങളോട് സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്ത് കയറി വരുന്ന ശീലമുണ്ടാവണം. അതേപോലെ തന്നെ ഭർത്താവ് ഭാര്യയോടും മക്കളോടും, മാതാവ് ആരായാലും ജോലിക്ക് പോകുമ്പോഴും അങ്ങാടിയിലേക്ക് പോകുമ്പോഴും സലാം പറഞ്ഞ് മുസാഫഹത്ത് ചെയ്യുന്ന, കൈപിടിക്കുന്ന ഒരു ശൈലി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് സ്നേഹം വർദ്ധിക്കാൻ കാരണമാകുമെന്നാണ്, സ്നേഹം വർദ്ധിക്കുമെന്നാണ്. യമനുകാരാണ് ആദ്യമായി മുസാഫഹത്ത് തുടങ്ങിയത്. മുസാഫഹത്ത് ചെയ്യാൻ തുടങ്ങിയത് യമനുകാരാണ്. അപ്പൊ മുസാഫഹത്ത് ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും പഠിപ്പിക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ മക്കളൊക്കെ ഉപദേശിക്കുന്ന സമയത്ത് മുസാഫഹത്ത് ചെയ്ത് ചില സമയങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബ് മാറോട് ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു, ഷോൾഡറിൽ കൈവെക്കാറുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ സ്വഹാബാക്കളോട് പറയും, ഇന്നി ഉഹിബ്ബുക യാ മുആദ്, മുആദ് എന്നവരെ നിങ്ങൾ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടാണ് വഅദ് തുടങ്ങുക. മോനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, മോനെ ഉപ്പയ്ക്ക് നിന്നെ വല്ലാതെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളോട് ഉപദേശിക്കേണ്ടത്. അതേപോലെ തന്നെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം 10 വയസ്സ് പ്രായമുള്ള അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന, അബ്ബാസ് തങ്ങളുടെ ചെറിയ കൊച്ചുമകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. തന്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് 10 വയസ്സ് പ്രായമുള്ള മകനോട് പോലും നബി തങ്ങൾ ഉപദേശിക്കുന്നുണ്ട്, യാ ഗുലാം ഇന്നി ഉഅല്ലിമുക കലിമാത്, പൊന്നുമോനെ നിനക്ക് ഞാൻ ചില വിഷയങ്ങൾ പറഞ്ഞു തരട്ടെ. യൻഫഉകല്ലാഹു ബിഹിന്ന, ആ വിഷയങ്ങൾ നിന്റെ ജീവിതത്തിൽ വലിയ ഉപകാരം ചെയ്യുന്ന വിഷയങ്ങളാണ്. ഒരു കാര്യം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്തിനാണ് ആ കാര്യം പറഞ്ഞു കൊടുക്കുന്നത് എന്നും കൂടി പറഞ്ഞു കൊടുക്കണം. എന്താണ് അതിന്റെ നേട്ടമെന്ന്, അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ്, അതിന്റെ ഫലം എന്താണ് എന്നും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ചെറിയ മക്കൾക്ക് അത് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവുന്നത്. അത് ചെയ്യേ, ഇത് ചെയ്യേ, നിസ്കരിക്ക്, അങ്ങനെയല്ല പറയേണ്ടത്. നിസ്കരിക്കണമെന്ന് നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. നോമ്പെടുക്കാൻ നമ്മൾ പറഞ്ഞാൽ അതിന്റെ നേട്ടം കൂടി പറഞ്ഞു കൊടുക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, പൊന്നുമോനെ ജീവിതത്തിൽ ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാഹ്, പറഞ്ഞു തരൂ നബിയേ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ഇഹ്ഫദില്ലാഹ യഹ്ഫദുക, അല്ലാഹുവിനെ സൂക്ഷിക്കണം മോനെ, എന്നാൽ അല്ലാഹു നിന്നെയും സൂക്ഷിക്കുമെന്നാണ് പറഞ്ഞത്.